വാർത്തകൾ വിശദമായി. മുനമ്പം മനുഷ്യക്കടത്തിന് ഉപയോഗിച്ച ബോട്ടിന്റെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് ന്യൂസ് 18. തിരുവള്ളൂർ സ്വദേശി ശ്രീകാന്ത് കൊച്ചി സ്വദേശി ജിബിൻ ആന്റണിയിൽ നിന്ന് ബോട്ട് വാങ്ങിയത് 1,02,00,000 രൂപയ്ക്ക്. ഡിസംബർ 27 വാങ്ങിയ ബോട്ട് അനിൽകുമാറിനെ കൂടി പങ്കാളിയാക്കി ജനുവരി 7 രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. മത്സ്യബന്ധനത്തിന് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ബോട്ട് വാങ്ങിയത് എന്ന് അനിൽകുമാർ ന്യൂസ് 18 പറഞ്ഞു. ചെന്നൈ തിരുവള്ളൂർ സ്വദേശി ശ്രീകാന്ത് ഡിസംബർ 27 ദയമാത 2 എന്ന ബോട്ട് വാങ്ങാൻ 10 ലക്ഷം രൂപ മുൻകൂർ നൽകുന്നത്. 1,02,00,000 രൂപയായിരുന്നു ബോട്ടിന്റെ വില. ഈ മാസം 7 ബാക്കി തുക നൽകി രജിസ്ട്രേഷൻ നടത്തി. തിരുവനന്തപുരം വെങ്ങാനൂരിൽ 2 വർഷത്തോളമായി താമസിക്കുന്ന ശ്രീകാന്തിന് അനിൽകുമാറുമായി മുൻപരിചയമുണ്ടായിരുന്നു. കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തണമെങ്കിൽ മലയാളിയുടെ പേരിൽ ബോട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാണ് അനിൽകുമാറിനെ കരാറിന്റെ ഭാഗമാക്കിയത്. 30% ഓഹരികൾ അനിൽകുമാറിന്റെ പേരിലേക്ക് മാറ്റുകയായിരുന്നു. ഇത് ചതിയാണെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്ന് അനിൽകുമാർ. ഞാൻ പഴയതുപോലെ ഞാൻ പറഞ്ഞു ഇനി പറ്റില്ല, അപ്പം ഇല്ല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ ആരെങ്കിലും ഒരാൾ നിൽക്കും, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതല്ലേ, ആ പൈസ അങ്ങനെ തരാം, അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല, ഇത് മാത്രം ഐ ഡി പ്രൂഫ് മാത്രം വലിയ പോകുമ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ആവശ്യമായിട്ട് ഇവിടെ വന്നു. ഒരിക്കലും വേറെ ആരുമായിട്ട് ഞാൻ കണ്ടിട്ടില്ല, വേറെ ഒരിറ്റ മനുഷ്യരുമായിട്ട് എനിക്കിത് ബന്ധവുമില്ല. ശ്രീകാന്തും സഹോദരനും കുടുംബവും തിരുവനന്തപുരം വെങ്ങാനൂരിലായിരുന്നു താമസം. ഒരാഴ്ചയിലധികമായി കുടുംബത്തെക്കുറിച്ചും വിവരമില്ല. ഇവരും നാട് വിട്ടിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 2 വർഷമായി ശ്രീകാന്തും കുടുംബവും തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. വിഴിഞ്ഞം ഹാർബർ കേന്ദ്രീകരിച്ച് ട്രാക്ടർ വാടകയ്ക്ക് കൊടുക്കുന്ന ജോലിയായിരുന്നു ശ്രീകാന്തിന്. ഇവർ നൽകിയ പേരുവിവരങ്ങളടക്കം വ്യാജമാണോ എന്ന കാര്യവും ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മുനമ്പം മനുഷ്യക്കടത്തിന് LTTE ബന്ധം സംശയിച്ച് പോലീസ്. മുനമ്പത്ത് ഉപേക്ഷിച്ച ബാഗുകളിൽ നിന്നുള്ള ഫോട്ടോകൾ അന്വേഷണ സംഘം ഡൽഹിയിൽ പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാക്കും. ബോട്ടിൽ വിദേശത്തേക്ക് കടന്നവർ സ്വകാര്യ റിസോർട്ടിൽ താമസിച്ചിരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അടക്കം അന്വേഷണത്തിനിടെയാണ് LTTE ബന്ധത്തെക്കുറിച്ചുള്ള സൂചന കിട്ടിയത്. ഇതോടെ അന്വേഷണം ഡൽഹിയിലേക്കും വ്യാപിപ്പിച്ചു. മുനമ്പത്ത് ഉപേക്ഷിച്ച ബാഗിൽ നിന്നുള്ള ഫോട്ടോകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. വിദേശത്തേക്ക് കടന്ന സംഘം താമസിച്ചിരുന്ന റിസോർട്ടുകളിലെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. ചേറായി ബീച്ചിന് സമീപത്തെ റിസോർട്ടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. എറണാകുളം റൂറൽ SP രാഹുൽ R. നായരുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. ഫോട്ടോകളുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള അന്വേഷണം കേസിൽ വഴിത്തിരിവുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അതേസമയം മുൻപത്ത് നിന്ന് പുറപ്പെട്ട ബോട്ട് ഇന്ത്യൻ തീരം വിട്ടുവെന്ന വിലയിരുത്തലിലാണ് കോസ്റ്റ് ഗാർഡ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഷിജോ M. ജെയിംസിനൊപ്പം SS ശരൺ, ന്യൂസ് 18. ബൈപ്പാസിൽ തുടരുന്ന രാഷ്ട്രീയ പോര്. നാല് പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൊല്ലം ബൈപ്പാസ് ഇന്ന് യാഥാർത്ഥ്യമാകും. വൈകിട്ട് ബൈപ്പാസ് ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർന്ന് BJPയുടെ പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. രാത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ടൂറിസം സർക്യൂട്ട് ഉദ്ഘാടനം ചെയ്ത ശേഷം ഇന്ന് തന്നെ പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി 3 പരിപാടികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. 4 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി 5 കൊല്ലം ആശ്രാമം മൈതാനത്ത് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 6 പീരങ്കി മൈതാനത്ത് BJPയുടെ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും. 4 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് 13 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖലയിൽ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് വിലയിരുത്തപ്പെടുന്ന പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് പൂർത്തിയാക്കിയത്. സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ടൂറിസം പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി തന്നെ നരേന്ദ്രമോദി ഡൽഹിക്ക് മടങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും പരിപാടികൾക്ക് പിന്നാലെ സംസ്ഥാനത്തെ നിരവധി വേദികളിൽ പ്രധാനമന്ത്രിയെ എത്തിക്കാനാണ് BJP നേതൃത്വം ലക്ഷ്യമിടുന്നത്. കൊല്ലത്ത് നിന്നും TG സജിത്, ന്യൂസ് 18. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന്റെ പേരിൽ നാണം കെട്ട രാഷ്ട്രീയ പോര് തുടരുകയാണ്. വേദിയിൽ ഇടം കിട്ടാത്ത MLA മാർ പരസ്യ വിമർശനവുമായി രംഗത്തെത്തി. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഇടത് MLA മാരെയും കൊല്ലം മേയറെയും ഒഴിവാക്കിയതിനെ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ രൂക്ഷമായി വിമർശിച്ചു. ബൈപ്പാസിന്റെ പിതൃത്വം UDF-നാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു.
കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഇടത് എംഎൽഎമാരെയും മേയറെയും ഒഴിവാക്കിയെന്നാണ് LDFന്റെ ആക്ഷേപം. കൊല്ലത്തെ എംഎൽഎമാരെ ഒഴിവാക്കിയാണ് നേമം എംഎൽഎയെ പങ്കെടുപ്പിക്കുന്നതെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ആരോപിച്ചു. ഈ മൂന്നാളെ ഒഴിവാക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല. സംഘടിതമായ രാഷ്ട്രീയമാണ് ഉദ്ഘാടന സമയത്ത് വരുന്നത്. അത് ഈ ഗവൺമെൻറ് അല്ല സംഘടിത രാഷ്ട്രീയം കാണിക്കുന്നത്. BJPയുടെ രാഷ്ട്രീയ സംഘടിതം കാരണം തിരുവനന്തപുരത്ത് നേമം MLAക്ക് ഇവിടെ പങ്കെടുക്കാം. കൊല്ലം ബൈപ്പാസിന്റെ പിതൃത്വം UDFനാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൊല്ലം ബൈപ്പാസ് UDFന്റെ സന്തതിയാണ്. കഴിഞ്ഞ UDF ഗവൺമെന്റാണ് ഈ കാര്യത്തിൽ മുൻകൈയെടുത്തത്. ഈ പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള അത് തന്നെയാണ്. പദ്ധതി LDFന്റെ നേട്ടമാണ് എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം തമാശയാണെന്നും ചെന്നിത്തല പറഞ്ഞു. കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന ദിനത്തിലും രാഷ്ട്രീയ വിവാദങ്ങളാണ് മുഴച്ചു നിൽക്കുന്നത്. ബൈപ്പാസ് സ്വന്തം വികസന നേട്ടമായി ഉയർത്തിക്കാട്ടാനാണ് ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ ശ്രമം. കൊല്ലത്തു നിന്നും ശ്യാം ദേവരാജ്, ന്യൂസ് 18. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്കാണ് BJP നീങ്ങുന്നത്. ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നിർണായക തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമെന്നും സൂചനയുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് TG സജിത്ത് ചേരുന്നു. സജിത്ത്, രാഷ്ട്രീയമായിട്ട് വലിയ പ്രാധാന്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കേരളത്തിലേക്ക് പ്രധാനമന്ത്രി വരുന്നതിലൂടെ ഉണ്ടാവുക. അദ്ദേഹം എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തും? ശബരിമല പോലുള്ള വിവാദ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഉണ്ടാകുമോ? ഇക്കാര്യങ്ങളിൽ എങ്ങനെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചന നൽകുന്നത്? സനീഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തലത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ പരിപാടികളിലൊന്നാണ് കേരളത്തിലേത്. അത് കൊല്ലത്താണ് അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുസമ്മേളനം. NDAയുടെ പൊതുസമ്മേളനമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സനീഷ് സൂചിപ്പിച്ച പോലെ വലിയ ചില രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് BJP ലക്ഷ്യമിടുന്നുണ്ട്. ആ ലക്ഷ്യമിടുന്നതിന്റെ തുടക്കം കൊല്ലത്ത് നിന്ന് ആരംഭിക്കാനാണ് ശ്രമം. പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ പൊതുസമ്മേളനത്തിൽ ആ തരത്തിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പൊതുവിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ, അതായത് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി പ്രധാനമന്ത്രി ചില നിർണായക പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഈ വേദിയിൽ നടത്തിയേക്കുമെന്നും BJPയുടെ ചില കേന്ദ്രങ്ങൾ സൂചന നൽകുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം ഇന്ന് കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് നടക്കുന്ന ഈ പൊതുസമ്മേളനത്തിന് ഉണ്ട് എന്നതാണ് പ്രത്യേകത. കൊല്ലം, മാവേലിക്കര, ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന പ്രവർത്തകരോട് ഈ പരിപാടികളിൽ പങ്കെടുക്കാനാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ തരത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടാകും. വൈകിട്ട് 6 മണിക്കാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. BJPയുടെ എല്ലാ ഘടകകക്ഷികളും ഈ പരിപാടിയിൽ പങ്കെടുക്കാനാണ് സാധ്യത. എല്ലാ ഘടകകക്ഷികളും പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇതിനു പുറമെ BJPയുടെ പ്രധാന ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തുടർച്ചയായ പരിപാടികൾ BJP സംസ്ഥാനത്ത് ലക്ഷ്യമിടുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ സംസ്ഥാനത്തെ മറ്റിടങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി തന്നെ പങ്കെടുക്കും. കൊല്ലത്തെ പരിപാടി അതിന്റെ തുടക്കമാണ്. ഇന്നത്തെ കൊല്ലത്തെ പൊതുസമ്മേളനത്തോടുകൂടി BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനും തുടക്കമിടുകയാണ്. ശരി, നന്ദി സജിത്ത് വിവരങ്ങൾക്ക്. ശബരിമല സ്ത്രീ പ്രവേശന വിധിക്കെതിരായ ഹർജികളിൽ ജനുവരി 22 സുപ്രീംകോടതി വാദം കേൾക്കില്ല. ഭരണഘടനാ ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആരോഗ്യ കാരണങ്ങളാൽ അവധിയിലായതിനാലാണ് മാറ്റിവെച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കേസ് എപ്പോൾ പരിഗണിക്കുമെന്ന് കോടതി പിന്നീട് തീരുമാനിക്കും. ശബരിമല കേസിലെ നിർണായക തുടർ നടപടികൾക്ക് സംസ്ഥാന സർക്കാരും ഹർജിക്കാരും ഒരുങ്ങുന്നതിനിടെയാണ് കേസ് ജനുവരി 22 പരിഗണിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചത്. സെപ്റ്റംബർ 28 വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ 22 തുറന്ന കോടതിയിൽ പരിഗണിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. കേസിലെ നടപടികൾ റെക്കോർഡ് ചെയ്യണമെന്നും തത്സമയം സംപ്രേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ മാത്യു നെടുമ്പാറയാണ് ഇന്ന് കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിക്കുന്ന ഭരണഘടനാ ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആരോഗ്യ കാരണങ്ങളാൽ അവധിയിലാണെന്നും 22 കേസ് പരിഗണിക്കാൻ സാധ്യതയില്ലെന്നുമായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ മറുപടി. ഇന്ദു മൽഹോത്രയാണ് മൈനോറിറ്റി ജഡ്ജ്മെന്റ് എഴുതിയത്. അപ്പോൾ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ ലീവിലാണ്. അപ്പോൾ മിസ്സസ് മൽഹോത്ര മെഡിക്കൽ ലീവ് കഴിഞ്ഞ് വരാതെ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചതിൽ ആശങ്കയില്ലെന്നും ബോർഡിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. അവരെപ്പോഴാ പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ പരിഗണിക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് പോലെ വരട്ടെ, വരുമ്പോൾ അതുപോലെ നമ്മൾ നോക്കും. 50-ലധികം പുനഃപരിശോധനാ ഹർജികൾ, ദേവസ്വം ബോർഡിന്റെ സാവകാശ ഹർജി, ഹൈക്കോടതി ഇടപെടലിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ ട്രാൻസ്ഫർ ഹർജി, കോടതിയലക്ഷ്യ ഹർജി, വിധിക്കെതിരായ റിട്ട് ഹർജികൾ എന്നിവയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ മണ്ഡലകാലം കഴിഞ്ഞ ഉടൻ ശബരിമല കേസിലെ തുടർ നടപടികൾ വ്യക്തമാകുമെന്നായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. എന്നാൽ തീയതി മാറ്റിവെച്ചതോടെ കേസിലെ നടപടികൾ വീണ്ടും നീളുമെന്നുറപ്പായി.
സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയെ മർദ്ദിച്ചുവെന്ന് പരാതി. വീട്ടിലെത്തിയ തന്നെ ഭർത്താവിന്റെ അമ്മ മർദ്ദിച്ചെന്നാണ് കനകദുർഗയുടെ പരാതി. കനകദുർഗ ഉപദ്രവിച്ചെന്ന് ഭർത്താവിന്റെ അമ്മയും പരാതി നൽകിയിട്ടുണ്ട്. ശബരിമല ദർശനത്തിനു ശേഷം ഇന്നാണ് കനകദുർഗ ആദ്യമായി ഭർത്താവിന്റെ വീട്ടിലെത്തിയത്. രാവിലെ 7:30 വീട്ടിലെത്തിയ തന്നെ ഭർത്താവിന്റെ അമ്മ സുമതി തടഞ്ഞെന്നും വാക്ക് തർക്കത്തിനിടെ പട്ടിക കഷ്ണം കൊണ്ട് അടിച്ചെന്നുമാണ് കനകദുർഗയുടെ പരാതി. അമ്മ അടുക്കളയിൽ നിന്ന് വന്നു, നീയാണോ നീ എന്ന് പറഞ്ഞ് പട്ടിക എടുത്ത് വന്നിട്ട് എന്നെ ഒരുപാട് തല്ലി. ഇങ്ങനെ തലയ്ക്കാണ് കൊണ്ടത്. തല കറങ്ങി എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാതെയായി. എന്നാലും എന്നെ പിടിച്ച് വലിച്ച് പുറത്താക്കി വാതിലടച്ചു. ഞാൻ ഹസ്ബൻഡിന്റെ അമ്മയെ ഒന്നും കാണിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കനകദുർഗ ചികിത്സ തേടിയതിന് പിന്നാലെ ഭർത്താവിന്റെ അമ്മ സുമതിയും പരാതിയുമായി എത്തി. കനകദുർഗ അമ്മയെ മർദ്ദിച്ചെന്ന് കനകദുർഗയുടെ സഹോദരൻ ഭരത് ഭൂഷൺ. അതിന്റെ ഉള്ളിലേക്ക് പാർട്ടി പ്രവർത്തകരും പോലീസും അരച്ചു കയറുകയാണ് ഉണ്ടായത്. ആ ടൈമിൽ അമ്മ തടുത്തപ്പോൾ അമ്മേനെ ഉന്തി തള്ളിയിടുകയാണ് ചെയ്തത്. കനകദുർഗയെ കൂടുതൽ പരിശോധനകൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പെരിന്തൽമണ്ണ പോലീസ് 2 കൂട്ടരുടെയും മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് 18 മലപ്പുറം. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. സുപ്രീംകോടതി വിധി നടപ്പാക്കുകയാണ് ചെയ്തത് എന്നും ഇക്കാര്യത്തിൽ സർക്കാരിന് രഹസ്യ അജണ്ടയില്ലെന്നും സത്യവാങ്മൂലം പറയുന്നു. കനകദുർഗയ്ക്കും ബിന്ദുവിനും നിക്ഷിപ്ത താൽപര്യമുള്ളതായി സർക്കാരിന് അറിയില്ല. സാധുക്കളായ 2 യുവതികൾ ശബരിമലയിൽ കയറിയതിന് കൂടുതൽ അന്വേഷണം ആവശ്യമില്ല എന്നും സർക്കാർ പറയുന്നു. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്താണ് സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങൾ? സർക്കാർ നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ യഥാർത്ഥ ഭക്തരാണോ എന്ന് പരിശോധിക്കാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പുരുഷന്മാരെ സാധാരണ ഇത്തരത്തിൽ പരിശോധിക്കാറില്ല. അതുകൊണ്ട് സ്ത്രീകളെ പരിശോധിക്കുന്നത് ലിംഗവിവേചനമാകുമെന്നും സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുക മാത്രമാണ് ശബരിമലയിൽ ചെയ്തിട്ടുള്ളത് എന്നുമാണ് സർക്കാർ വിശദീകരണം നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സർക്കാരിന് രഹസ്യ അജണ്ടയില്ല എന്നും സർക്കാർ വ്യക്തമാക്കുന്നു. സർക്കാരിന് തുറന്ന അജണ്ട മാത്രമാണ് ഉള്ളത്. സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്ന് മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇത് ഭരണഘടനാപരമായിട്ടുള്ള സർക്കാരിന്റെ ബാധ്യതയാണ് എന്നും സർക്കാർ നൽകിയ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിലാണ് സർക്കാർ വിശദീകരണം നൽകിയത്. കനകദുർഗയ്ക്കും ബിന്ദുവിനും നിക്ഷിപ്ത താല്പര്യം ഉള്ളതായി സർക്കാരിന് അറിയില്ല എന്നും ഈ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. മറ്റാർക്കെങ്കിലും ഉദ്ദേശം ഉള്ളതായി അറിയില്ല എന്നുമാണ് സർക്കാരിന്റെ നിലപാട്. ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിനോട് വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരണം. ശരി, നന്ദി പ്രകാശ് വിവരങ്ങൾക്ക്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ സുരേന്ദ്രന് അനുമതിയില്ല. മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ശബരിമലയിൽ പോകാൻ അനുമതി തേടിയാണ് സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ശബരിമല വാർത്തകളിലേക്ക്. വിവാദങ്ങൾക്ക് നടുവിലും വലിയ പരാതികളില്ലാതെ മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് സർക്കാരും ദേവസ്വം ബോർഡും. മകരവിളക്ക് കഴിഞ്ഞതോടെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ ശീവേലിയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ്. മുൻവർഷങ്ങളെക്കാൾ കുറവായിരുന്നുവെങ്കിലും ഈ സീസണിൽ സന്നിധാനത്ത് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ തങ്ങിയ ദിവസമായിരുന്നു ഇന്നലെ. യുവതി പ്രവേശനത്തെ എതിർക്കുന്ന സംഘടനകളുടെ സാന്നിധ്യമുണ്ടായിട്ടും ശാന്തമായി തന്നെ മകരവിളക്ക് ദിവസത്തെ ചടങ്ങുകൾ പൂർത്തിയായി. ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ഈ വർഷത്തെ മകര സംക്രമ പൂജയും മകരജ്യോതിയും യാതൊരുവിധമായ തടസ്സങ്ങളില്ലാതെ യാതൊരുവിധമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടത്തുവാൻ കഴിഞ്ഞു. നടവരുമാനത്തിൽ 70 കോടിയോളം രൂപയുടെ കുറവുണ്ടായി. അനിഷ്ട സംഭവങ്ങളില്ലാതെ മകരവിളക്ക് ദിവസം പൂർത്തിയാക്കിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംതൃപ്തി അറിയിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. എല്ലാ ഭക്തന്മാരുടെയും കുത്തക ഞങ്ങൾക്കാണ്, ഞങ്ങളാണ് ഭക്തർ എന്ന് പറഞ്ഞിട്ട് ആരും തയ്യാറാവേണ്ട. ഭക്തരുടെ താല്പര്യം സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥമാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ ഗൗരവത്തോടുകൂടി ദേവസ്വം ബോർഡ് പരിശോധിക്കണം. തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. നടത്തിയിട്ടുള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമാണ്. എരുമേലിയിൽ നിന്നും പേട്ടതുള്ളിയെത്തിയ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ ശീവേലിയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ്. ഏറ്റവും വലിയ വെല്ലുവിളി മറികടക്കാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനുമായി. ഇനി വരുന്നതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ആത്മവിശ്വാസത്തിലാണ് ബോർഡും സർക്കാരും. മകരവിളക്ക് പൂജ വിജയകരമായും ശാന്തമായും പൂർത്തിയാക്കാനായതാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും ആത്മവിശ്വാസം നൽകുന്ന ഘടകം. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ നിതിനൊപ്പം R. കിരൺ ബാബു, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
കോൺഗ്രസിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് BSP അധ്യക്ഷ മായാവതി. കോൺഗ്രസ് ഭരണകാലത്ത് വികസനം നടന്നില്ല എന്നും കാർഷിക കടം എഴുതിത്തള്ളിയത് ഒട്ടും ആത്മാർത്ഥതയില്ലാതെയാണെന്നും മായാവതി പറഞ്ഞു. അടുത്ത പ്രധാനമന്ത്രി ഉത്തർപ്രദേശിൽ നിന്നായിരിക്കുമെന്നും അവർ പറഞ്ഞു. കോൺഗ്രസ് ഭരണകാലത്ത് വികസനം നടന്നില്ലെന്ന കുറ്റപ്പെടുത്തലുമായാണ് ജന്മദിനത്തിൽ മായാവതി മാധ്യമങ്ങളെ കണ്ടത്. കോൺഗ്രസ് കാർഷിക കടം എഴുതിത്തള്ളിയത് ഒട്ടും ആത്മാർത്ഥതയോടെയല്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് മാത്രമല്ല കോൺഗ്രസിനും തിരിച്ചടിയേറ്റു. इन्हें भी ये समझ लेना चाहिए कि केवल लोक लुभावन व झूठे वायदों एवं जुमलेबाजी आदि करने तथा गरीब मजदूर व किसान विरोधी एवं धन्ना सेठ समर्थक मानसिकता रखने वाले अब यहाँ किसी भी पार्टी की सरकार की दाल ज्यादा दिन तक गलने वाली नहीं है. ഉത്തർപ്രദേശിലെ സഹകരണം ദേശീയ തലത്തിൽ BJP വിരുദ്ധ സഖ്യമാകും. അടുത്ത പ്രധാനമന്ത്രി ഉത്തർപ്രദേശിൽ നിന്നായിരിക്കുമെന്നും മായാവതി പറഞ്ഞു. यही प्रदेश ये भी तय करता है कि केंद्र में किसकी सरकार बनेगी और कौन देश का प्रधानमंत्री बनेगा. അഖിലേഷ് യാദവും തേജസ്വി യാദവും ഇന്നലെ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. കീഴ്വഴക്കം മറികടന്ന് വോട്ട് ഓൺ അക്കൗണ്ടിന് പകരം സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു. കാലാവധി പൂർത്തിയാക്കുന്ന സർക്കാരുകൾ അടുത്ത ബജറ്റ് വരെയുള്ള ദൈനംദിന ചെലവുകൾക്കുള്ള തുക വകയിരുത്തി വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കുന്നതായിരുന്നു കീഴ്വഴക്കം. ആദായനികുതി പരിധി 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തുന്നതടക്കമുള്ള ജനപ്രിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഏപ്രിൽ 1 ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പൊതു തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുമെന്നതിനാലാണ് അടുത്ത സർക്കാർ ചുമതലയേൽക്കുന്നതുവരെയുള്ള ദൈനംദിന ചിലവുകൾ മാത്രം അവസാന വർഷം പാസാക്കിയിരുന്നത്. എന്നാൽ മോദി സർക്കാർ ബജറ്റ് അവതരണം ഫെബ്രുവരി 1 മാറ്റിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവസാന വർഷവും സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തയ്യാറെടുക്കുന്നത്. സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചാൽ നിരവധി ജനപ്രിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ നടത്താൻ സർക്കാരിന് അവസരം ലഭിക്കും. ഇത് മുന്നിൽ കണ്ട് പ്രതിപക്ഷം സർക്കാരിന്റെ നീക്കത്തെ എതിർക്കുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണ ബജറ്റ് തയ്യാറാക്കുന്നതിനുള്ള നടപടികളുമായി ധനവകുപ്പ് മുന്നോട്ടു പോവുകയാണ്. ധനാഭ്യർത്ഥനയ്ക്കുള്ള ശുപാർശകളും ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കാനും ആവശ്യപ്പെട്ട് വിവിധ വകുപ്പുകൾക്ക് 2 മാസം മുമ്പ് തന്നെ ധനമന്ത്രാലയം കത്തയച്ചു. ബജറ്റ് തയ്യാറാക്കുമ്പോൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ ധനമന്ത്രാലയത്തിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന ആദായ നികുതി സ്ലാബിലെ മാറ്റം തന്നെയാകുമെന്നാണ് ധനമന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ആദായ നികുതി ഇളവിനുള്ള പരിധി 2.5 ലക്ഷമാണ്. ഇത് ഇരട്ടിയാക്കി 5 ലക്ഷമാക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. നിലവിൽ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള സ്ലാബിലെ നികുതി നിരക്ക് വരുമാനത്തിന്റെ 5%. ഇത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള സ്ലാബിലേക്ക് മാറ്റിയേക്കും. എന്നാൽ ബജറ്റ് അവതരണത്തിന് പിന്നാലെ പ്രത്യക്ഷ നികുതി ചട്ടം ഫെബ്രുവരി 28 പുറത്തിറക്കുകയാണ്. പ്രത്യക്ഷ നികുതി പിരിക്കുന്നതിന് പുതിയ ചട്ടം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നത് വിപരീത ഫലമുണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വീണ്ടും അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നതെന്നാണ് BJPയുടെ ന്യായീകരണം. TJ ശ്രീലാൽ, നാഷണൽ ഡെസ്ക്. ഇന്നലെ അന്തരിച്ച സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ ഭൗതിക ശരീരം ഇന്ന് തിരുവനന്തപുരത്തെത്തിക്കും. വൈകിട്ട് പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിലും നാളെ പകൽ കലാഭവൻ തിയേറ്ററിലും പൊതുദർശനത്തിന് വയ്ക്കും. നാളെ വൈകിട്ട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം വൈകിട്ട് 5:30 തിരുവനന്തപുരത്തെത്തിക്കുന്ന ഭൗതിക ശരീരം പണ്ഡിറ്റ് കോളനിയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ 10 മണി മുതൽ KSFDC ആസ്ഥാനമായ കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് 2 തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാര ചടങ്ങുകൾ. ഡിസംബർ 17 നടന്ന കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിലായിരുന്ന ലെനിൻ രാജേന്ദ്രന്റെ ആരോഗ്യസ്ഥിതി ഏതാനും ദിവസം മുമ്പ് മോശമായി. ഇന്നലെ 8:30 മരണം. ലെനിൻ രാജേന്ദ്രന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിൽ സർക്കാരിനോടും IREയോടും ഹൈക്കോടതി വിശദീകരണം തേടി. നിയമവിരുദ്ധ കരിമണൽ ഖനനം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. കരിമണൽ ഖനനത്തെ തുടർന്ന് ആലപ്പാട് പഞ്ചായത്ത് കടലെടുത്തു പോകുന്ന സ്ഥിതിയാണെന്നും സുരക്ഷാ നടപടികളടക്കം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആലപ്പാട് സ്വദേശി KM ഹുസൈനാണ് ഹർജി നൽകിയത്. 89.5 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ടായിരുന്ന ആലപ്പാട് പഞ്ചായത്തിന്റെ വിസ്തൃതി ഭയാനകമാം വിധം കുറഞ്ഞതായി ഹർജിയിൽ പറയുന്നു. ബോണക്കാട് നിന്ന് പുറപ്പെട്ട ആദ്യ സംഘം അഗസ്ത്യാർകൂടത്തെത്തി. ട്രക്കിങ്ങിന് ശേഷം സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘം ഇന്ന് രാത്രി അതിരുമല ബേസ് ക്യാമ്പിലെത്തും. നാളെ ഇവർ ബോണക്കാട് മടങ്ങിയെത്തും. ബോണക്കാട് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ രാവിലെ യാത്ര തിരിച്ച 70 അംഗ സംഘം രാത്രി അതിരുമലയിലെത്തി.
വനത്തിലൂടെ 13.5 കിലോമീറ്റർ നടന്ന് അതിരുമലയിലെത്തിയവർ ക്യാമ്പിൽ വിശ്രമിച്ചു. തിരുവനന്തപുരത്തെ പ്രതിരോധ വക്താവ് ധന്യാസനലിന് പുറമെ സേതുലക്ഷ്മി, പ്രഭ എന്നീ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും ഇവർക്കൊപ്പമുണ്ട്. ലാത്തിമുട്ട, വാഴപ്പൈന്തിയാർ, ആട്ട്യാർ വഴി ഇവർ അഗസ്ത്യർകൂടത്തെത്തി. മലനിരകളും പാറക്കെട്ടുകളും നിറഞ്ഞ അതീവ ദുഷ്കരമായ പാതയിലൂടെയായിരുന്നു ഇന്നത്തെ യാത്ര. വൈകിട്ട് ഇവർ അതിരുമല ബേസ് ക്യാമ്പിൽ തിരിച്ചെത്തും. ഇതാദ്യമായാണ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത സ്ത്രീകൾ അഗസ്ത്യർകൂട യാത്രയ്ക്ക് എത്തുന്നത്. 100 സ്ത്രീകളാണ് ഇത്തവണ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ യാത്ര തിരിച്ച സംഘം നാളെ ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ മടങ്ങിയെത്തും. സ്ത്രീ പ്രവേശനത്തിനെതിരെ കാണി വിഭാഗക്കാർ ഇന്നലെ ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.